ഇനി മാറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ എന്റെ ബാച്ചിലുണ്ട് പൈസ അവർക്ക് നിങ്ങൾ കൈ നോക്ക് എത്ര വർക്ക് ഈ ക്ലാസ് വേണം? ഈ ക്ലാസ് വേണം. ആ ക്ലാസ് വേണമെന്നുള്ള എത്ര കൈ നോക്ക് അത് കിട്ടില്ല. അത് കിട്ടില്ല. അവിടെ 8 മാക്സിമം 8 to 10 ആണെങ്കിൽ ഓക്കെ. 11 പേര്
എവിടെ നിന്ന് പറഞ്ഞു നിർത്തി നമ്മള് മൊമെന്റ് ചെയ്ത് പിന്നെ നമ്മള് ലൊഡാഷൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് മനസ്സിലായി നിങ്ങൾക്ക്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓക്കെ. റിക്കർ നമ്മൾ റിക്കർ അടിച്ചല്ലേ? ഓക്കെ. ബാക്കി നോക്കാം. അതായത് നമ്മൾ ഇന്നലെ പഠിച്ചു 2 ഫയൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ പഠിച്ചു ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യം പഠിച്ചു എക്സ്റ്റേണൽ പാക്കേജുകൾ യൂസ് ചെയ്യാം. തേർഡ് പാർട്ടി പാക്കേജ്. തേർഡ് പാർട്ടി പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ആൾക്കാരുടെ കോഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിത് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? NPM രജിസ്റ്റർ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് ഇല്ല? NPM രജിസ്റ്റർ എന്നാണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? NPM സ്പേസ് i സ്പേസ് അതിന്റെ പേര് ഇൻസ്റ്റാൾ ആവും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വേറൊരു ഇൻസ്റ്റാളേഷൻ ഉണ്ട്, വേറെ ടൈപ്പ് ഇൻസ്റ്റാളേഷൻ. അതാണ് ഗ്ലോബൽ ഇൻസ്റ്റാളേഷൻ. നമ്മൾ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാ? NPM സ്പേസ് i സ്പേസ് ഒരു പാക്കേജിന്റെ പേര്. NPM സ്പേസ് i സ്പേസ് ഒരു പാക്കേജിന്റെ പേര് നമ്മൾ കൊടുത്താൽ ആ പാക്കേജ് നമ്മുടെ ഈ പ്രൊജക്ട് ഫോൾഡറിലേക്ക് ഇൻസ്റ്റാൾ ആവും. നമ്മുടെ ഈ പ്രൊജക്ട് ഫോൾഡറിനകത്ത് നോൺ മൊഡ്യൂൾസ് ഫോൾഡർ ക്രിയേറ്റ് ആവും. ആ ഫോൾഡറിനകത്ത് ഇൻസ്റ്റാൾ ആവും അല്ലേ? നമുക്ക് ഇതല്ലാതെ ഗ്ലോബൽ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. എന്തായിരിക്കും അത്? അതായത് ഒരു പ്രൊജക്ട് ഫോൾഡറിലേക്ക് എന്നല്ല, ഡയറക്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രൊജക്റ്റിലും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പോയിട്ട് ഇപ്പോൾ നമുക്കൊരു പാക്കേജ് റിയാക്ട് എന്ന് പറയുന്ന പാക്കേജ് നമ്മളിപ്പം പാക്കേജ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മൾ അടുത്തൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുമ്പോൾ വേറൊരു ഫോൾഡറൊക്കെ വെച്ചിട്ട് വേറൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുമ്പോൾ അവിടെയും പോയിട്ട് റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ നമുക്ക് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഗ്ലോബൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ചെയ്താൽ പിന്നെ ഒരു പ്രൊജക്റ്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു നോഡ് മൊഡ്യൂൾസ് ഉണ്ട്, അതിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കോളും. അതിലേക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ യൂസ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണ്ട, പുതിയ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഓരോ പ്രൊജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ പാക്കേജുകൾ ചെയ്യുക. ചുമ്മാ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അനാവശ്യമായിട്ട് തേർഡ് പാർട്ടി പ്രൊജക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യാറില്ല. ചില സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരാം. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ നോഡ് പഠിക്കുമ്പോഴേ വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് NPM. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കാണിച്ചു തരാം. NPM സ്പേസ് i സ്പേസ് -g എന്ന് കൊടുക്കുക, മീൻസ് ഗ്ലോബൽ സ്പേസ് എന്താ ഒരു പാക്കേജിന്റെ പേര് കൊടുത്താൽ ആ പാക്കേജ് ഗ്ലോബലി ഇൻസ്റ്റാൾഡ് ആവും. അതായത് ഈ പ്രൊജക്ട് ഫോൾഡറിലേക്ക് ആയിരിക്കില്ല വരിക, പകരം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ നോഡിലുള്ള നോഡ് മൊഡ്യൂൾസിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, വെറുതെ ഇമ്പോർട്ട് ചെയ്താൽ കിട്ടിക്കോളും. അതാണ് -g ഫ്ലാഗ് എന്നാണ് പറയാം. നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഓപ്ഷൻസിന് ഫ്ലാഗ് എന്ന് പറയാം. ഇത് -g ഫ്ലാഗ്. ഓക്കെ, കുറെ ഫ്ലാഗ്സ് ഉണ്ട്, നമുക്ക് വഴിയെ പഠിക്കാം. ചെയ്യാണല്ലോ. ഓക്കെ, മനസ്സിലായി നമുക്ക്? ഇനി ചെയ്യും, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു 2 രീതി നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട്. അത് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? 2 ഫയൽസ് നമുക്ക് കണക്ട് ചെയ്യാം ഇല്ലേ? അപ്പം ഒരു രീതിയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, അതാണ് നമ്മൾ പറഞ്ഞത്, അതാണ് പഴയ രീതി. ഒരു ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാക്ക് എൻഡിൽ കൂടുതൽ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്, ഫ്രണ്ട് എൻഡിൽ വരുമ്പോൾ പുതിയ രീതിയാണ് ഉപയോഗിക്കുക. ഈ രീതിക്ക് പറഞ്ഞ പേരാണ് കോമൺ JS മെത്തേഡ്. കോമൺ JS മെത്തേഡ് മനസ്സിലായോ? അതായത് 2 ഫയൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റിക്വയറും മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സിന് യൂസ് ചെയ്യും. അതിനാണ് കോമൺ JS മെത്തേഡ്. ഓക്കെ, ഈ മൊഡ്യൂൾ ഡോട്ട് എന്താ സെക്കൻഡ് ഇതായിരുന്നു ചെയ്തേ. ഓക്കെ, 2 ഫംഗ്ഷൻസ് ചെയ്തപ്പെടല്ലേ? ഓക്കെ,
അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ മൾട്ടിപ്പിൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻസോ അല്ലെങ്കിൽ വേരിയബിൾസോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, അതായത് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ്. ഓക്കെ, ഡോട്ട് സം ഈക്വൽ ടു സം ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, എന്നിട്ട് മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഡോട്ട് സബ് ഈക്വൽ ടു സബ് ഈക്വൽ ടു ഇങ്ങനെയും ചെയ്യാം. കുറെ എഴുതണം, അതാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അതിനോട് നമുക്ക് വേണമെങ്കിൽ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഡോട്ട് സമ്മ് ഓരോ പേരിൽ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം. ആകെ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒറ്റ എക്സ്പോർട്ട് ആയിട്ടുള്ളൂ. ഒന്നിക്കൊള്ളുവാണെങ്കിൽ ഒന്ന് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേത് ചെയ്യാം. ഇഷ്ടമാണല്ലോ? ഓക്കെ, അപ്പൊ ഇതിന് പറഞ്ഞ പേരാണ് എന്ത്, കോമൺ ജെഎസ് മെത്തേഡ്. നമ്മൾ പുതിയ മെത്തേഡ് ചെയ്യാൻ പോവാം. ഓക്കെ ആണല്ലോ? പുതിയ മെത്തേഡാണ് ES മൊഡ്യൂൾ സിസ്റ്റം എന്ന് പറയുക. ES മൊഡ്യൂൾ സിസ്റ്റം. ഓക്കെ, രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് കോമൺ ജെഎസ് പഴയ മെത്തേഡ്, ഒന്ന് ES മൊഡ്യൂൾ സിസ്റ്റം. അത് 2015 വന്നാ. അതൊരിതില്ലായിരുന്നു ES5. അല്ലല്ല, അതായത് ആദ്യം മുതലേ ഉള്ള 2015 തൊട്ട് മുമ്പ് വരെ ഉള്ളതെന്ന് വെച്ചാൽ ഈ മെത്തേഡായിരുന്നു, കോമൺ ജെഎസ് മെത്തേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം വന്ന മെത്തേഡാണ് ES6 ES5 എന്ന് പറയുക. ECMAScript അതെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു സ്റ്റാൻഡേർഡാണ്, ഒരു അപ്ഡേഷൻ വന്ന. അവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് പഴയ മെത്തേഡ് ഉപയോഗിക്കാം, പുതിയ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ പുതിയ മെത്തേഡ് എങ്ങനെ നോക്കാം. പുതിയ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കോൺഫിഗറേഷനിൽ ഒരു ചേഞ്ച് ചെയ്യണം, എന്നാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പുതിയൊരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇവിടെ ES എന്ന് കൊടുക്കുന്നു, ഇഷ്ടമുള്ള കൊടുക്കും. ഞാൻ ES എന്ന് കൊടുത്തു. നമ്മൾ ആ ES മൊഡ്യൂൾ സിസ്റ്റം ആണല്ലോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഉണ്ട് സെയിം ഇതുപോലെ തന്നെ രണ്ട് ഫയല്, ഒന്ന് ഇൻഡെക്സ് ഡോട്ട് JS, ഒന്ന് മാത്ത് ഡോട്ട് JS. ഇനി മാത്തിനകത്ത് ഞാൻ ചെയ്യുന്നു സം ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ആയിരുന്നു സം കൊണ്ട് ചെയ്യാനുള്ള നമ്പർ പ്ലസ് നെറ്റ്. അതുപോലെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സബ് നിടാം, സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യണം, ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. പഴയ മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ, എന്താ മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക, എന്ത് ചെയ്യുക, അപ്പുറത്ത് വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യുക, റിക്വയർ ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, പുതിയ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് ഫോൾഡർ ഉണ്ടല്ലോ, ഈ ഫോൾഡറിന്റെ കോൺഫിഗറേഷൻ മാറ്റണം. ആണല്ലോ? ഈ ഇപ്പം ഫോൾഡർ എന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ ES എന്ന് പറഞ്ഞ ഫോൾഡറാണ്. ES എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ കോൺഫിഗറേഷൻ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഈ ES എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയലുകൾക്കും അതിനകത്തുള്ള എല്ലാ ഫോൾഡറുകൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ESനകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ആപ്പിൾ, ഇതിനകത്തും അതിന് എഫക്ട് ഉണ്ടാവും. നമ്മൾ ചെയ്യാൻ വെച്ചാൽ ES എന്ന് പറഞ്ഞ ഈ ഫോൾഡറിന്റെ കോൺഫിഗറേഷൻ മാറ്റിയാൽ ESന് പുറത്തേക്ക് മാറില്ല. ES എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയലുകൾക്കും ഇത് മാറും. അതുപോലെ അതിനകത്തുള്ള ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ഫോൾഡറിനകത്തുള്ള ഫയൽസിന് എല്ലാം മാറും. അതിനകത്ത് വേറെ ഫോൾഡർ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഇല്ലേ? ഏതായിരുന്നു ഫയല്? package.json എന്ന് പറഞ്ഞ ഫയലായിരുന്നു. അപ്പൊ ആ ഫയൽ നമ്മൾ ഇന്നലെ കണ്ടു. അതെങ്ങനെ വന്നേ? നമ്മളൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് വരും, അതിനകത്ത് ഡിപ്പെൻഡൻസി ആയിട്ട് ആ പാക്കേജിന്റെ പേര് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ല നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യണം, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, പക്ഷെ നമുക്ക് കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം npm അടിക്കാം, സ്പേസ് init മീൻസ് ഇനിഷ്യലൈസ്, npm init അടിക്കുക, എന്നിട്ട് എൻഡ് അടിക്കുക. അപ്പൊ ഇവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനകത്ത് കുറെ സാധനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ പ്രൊജക്ടിന്റെ പേര് കാര്യങ്ങളൊക്കെ. കോൺഫിഗറേഷൻ ഫയൽ ആണല്ലോ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞെടുക്കുന്നു പാക്കേജിന്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നു, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. നമ്മൾ വെറുതെ എൻഡ് അടിക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ ബ്രാക്കറ്റിൽ ES അതെടുക്കും. ഓക്കെ, വെറുതെ എൻ്റർ ചെയ്യും. നമുക്ക് ഇനി എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ചുമ്മാ ഇപ്പൊ എന്താ അല്ല, അത് ആ ഫയലിന്റെ പേരല്ല ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രൊജക്ടിന്റെ പേരാ, മനസ്സിലായോ? ഫയലിന്റെ പേര് അത് തന്നെ ക്രിയേറ്റ് ആവുള്ളൂ.
ചോദിക്കുന്ന നമ്മുടെ പ്രൊജക്റ്റിന്, അതായത് പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, പിന്നെ കുറെ കോൺഫിഗറേഷൻ ഉണ്ടാവും, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോൾഡറിന് എന്താണ് പേര്, നമ്മൾ ഈ പേരാണ് ശരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ലൊഡാഷ് ഇൻസ്റ്റാൾ ചെയ്തില്ലേ, ഇപ്പൊ ലൊഡാഷുകാർ ആദ്യം ഒരു പ്രൊജക്ട് ഫോൾഡർ ബിൽഡ് ചെയ്യുമല്ലോ, എന്നിട്ട് അവർ അതിനകത്തുള്ള പാക്കേജ് ജേസനകത്ത് ലൊഡാഷ് എന്ന പേര് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ പാക്കേജിന്റെ പേര് ലൊഡാഷ് എന്നായത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആപ്പിന്റെ പേര് എന്താണെന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ചുമ്മാ ഇപ്പൊ തൽക്കാലം ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ES തന്നെ കൊടുത്തു ഫോൾഡറിന്റെ പേര്. എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ടൈപ്പ് കണ്ടടിക്കാം, അല്ലെങ്കിൽ വെറുതെ കണ്ടടിച്ചാൽ ES എടുക്കും. ആപ്പിൾ ടൈപ്പ് കണ്ടടിച്ചാൽ ആപ്പിൾ എടുക്കും. ഫേം ടൈപ്പ് ചെയ്താൽ കണ്ടടിക്കുന്നു. അടുത്തത് വേർഷൻ, എത്രാമത്തെ വേർഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, 1ാമത്തെ വേർഷൻ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഒന്നും വേണ്ടെങ്കിൽ കണ്ടടിച്ചോ. പിന്നെ എൻട്രി പോയിന്റ് മീൻസ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയൽ ഏതാണ്, നമ്മുടെ മെയിൻ ഫയൽ ഏതാണ്, ഏതാ index.js തന്നെയാണ്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കാം. പിന്നെ ടെസ്റ്റ് കമാൻഡ് തൽക്കാലം ഒന്നും വേണ്ട, നമ്മുടെ പ്രൊജക്ട് ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ്, അതൊക്കെ പോകുന്നേ ഉള്ളൂ. പിന്നെ ഗിറ്റ് റിപ്പോസിറ്ററി, നമുക്ക് ഗിറ്റ് റിപ്പോസിറ്ററി ഇല്ല. കീവേഡ്സും തൽക്കാലം വേണ്ട. ഓതർ, അതായത് ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, വേണമെങ്കിൽ നമ്മുടെ പേര് കൊടുക്കാം. കൊടുത്താൽ ഇത് മാർക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സോഫ്റ്റ്വെയറിനും ലൈസൻസ് ഉണ്ട്. അതായത് ഇപ്പൊ വിൻഡോസ് അതിന്റെ കോപ്പി എടുത്ത കേസല്ലേ, കാര്യം അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ലൈസൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമെന്നുള്ള. അപ്പൊ ചിലർക്ക് ഓപ്പൺ സോഴ്സ് ആയിരിക്കും, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഉബുണ്ടു ഒക്കെ പോലെ. നമ്മുടെ ISE എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ എൻ്റർ അടിക്കുന്നു, അതാണ് ഡിഫോൾട്ട് ആയിട്ട് വരാം. യെസ്, ഇപ്പൊ നോക്കിയേ, ഇത്രയും ചെയ്തപ്പോഴത്തേക്കും അവർ ചോദിച്ചു ഇതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരാൻ പോകുന്ന package.json ഫയലിന്റെ ഫോർമാറ്റ്, ഇത് മതിയോ? അപ്പൊ നമ്മൾ യെസ് കൊടുത്തു, അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഓതർ, ലൈസൻസ്, ഡിസ്ക്രിപ്ഷൻ, നമ്മൾ പറഞ്ഞു കൊടുത്ത സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ. നമ്മുടെ ആവശ്യം എന്താ, നമുക്ക് പുതിയ മെത്തേഡ് യൂസ് ചെയ്യണം. പുതിയ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കോൺഫിഗറേഷൻ ഫയലിനകത്ത് വന്നിട്ട് ഒരു കീ ആഡ് ചെയ്യണം. ഇവിടെ നോക്കി, ഇത് JSON എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആണ്. ഇവിടെ കീയും കോഡ്സിലാണ് കൊടുക്കുക. ഒബ്ജക്റ്റ് പോലെ ഇരിക്കും, പക്ഷേ ഇത് ഒബ്ജക്റ്റ് അല്ല, കീ കോഡ്സിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ കീ ആണ് ടൈപ്പ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് വന്നിട്ട് കോമ ഇട്ടു, ഇതിനകത്ത് തന്നെയാണ് എഴുതിയേക്കുന്നത്. കോമ ഇട്ടു, ടൈപ്പ് എന്ന് കൊടുത്തു, എന്നിട്ട് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. കോമൺ JS ആണ് ഡിഫോൾട്ട്, അതുകൊണ്ടാണ് നമ്മൾ കോൺഫിഗറേഷൻ കൊടുക്കേണ്ടി വരാത്തത്. ഓക്കെ, നമ്മൾ എന്താക്കുക, മൊഡ്യൂൾ ആക്കുക. ഈ ടൈപ്പ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ പുതിയ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഇപ്പൊ ഈ നോക്കിയേ, ഈ package.json എന്ന് പറഞ്ഞ ഫയൽ കിടക്കുന്നത് എവിടെയാ, ES എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. ഇനി ES എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയലിനും എല്ലാ ഫോൾഡറിനും ഇത് സപ്പോർട്ട് ചെയ്യും. ഇതായിരിക്കും ഉണ്ടാവുക. ES പുറത്തേക്കില്ല. ഈ package.json ഫയൽ കിടക്കുന്നത് എവിടെയാണോ അതിനകത്തുള്ള എല്ലാത്തിനും ഇത് എന്ത് ചെയ്യും, അപ്ലൈ ആവും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടുന്ന് നമ്മൾ നേരത്തെ കോമൺ JS സിസ്റ്റം ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, module.exports അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്താ, മൊഡ്യൂൾ ആണ്, മൊഡ്യൂൾ സിസ്റ്റം ആണ്, ES മൊഡ്യൂൾ സിസ്റ്റം. അപ്പൊ അതാണെങ്കിൽ നമുക്ക് ഒരു സാധനം, ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുള്ളത് എക്സ്പോർട്ട് ഡീഫോൾട്ട് സം ആണ്. സം ഒരു ഫയലിന് ഒറ്റ ഡീഫോൾട്ട് എക്സ്പോർട്ട് ആയി പറ്റുള്ളൂ. ഓക്കെ, എക്സ്പോർട്ട് ഡീഫോൾട്ട് സം എന്ന് പറയുന്നത് 2 ടൈപ്പ് എക്സ്പോർട്ട് ഉണ്ട്, ഡീഫോൾട്ട് എക്സ്പോർട്ട് ഉണ്ട്, നെയിംഡ് എക്സ്പോർട്ട് ഉണ്ട്. അപ്പൊ അതെന്താ നമുക്ക് നോക്കാം. അപ്പം ഒരു ഫയലിൽ നിന്ന് ഒരു ഒറ്റ ഡീഫോൾട്ട്, ഇപ്പൊ എക്സ്പോർട്ട് ഡീഫോൾട്ട് പറഞ്ഞാൽ ഒന്നേ കൊടുക്കാൻ പറ്റുള്ളൂ, സം. അപ്പൊ നമ്മൾ സം കൊടുത്തു. ഓക്കെ, ഇനി അത് അപ്പുറത്ത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഈ ഫയലിൽ നിന്ന് ആകെ എക്സ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്, സമ്മിനെയാണ്. അപ്പൊ അതിനാണ് എക്സ്പോർട്ട് ഡീഫോൾട്ട് സം കൊടുക്കുന്നത്. ഇനി ഇതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വരിക, എന്നിട്ട് റിക്വയർ അല്ല, പകരം നമ്മൾ കൊടുക്കുന്നതാണ് ഇമ്പോർട്ട്. ഓക്കെ ആണല്ലോ. നമ്മൾ ആ ഫയലിൽ നിന്ന് ഡീഫോൾട്ട് എക്സ്പോർട്ട് ആണ് ചെയ്തേക്കുന്നത്. അതായത് ഡീഫോൾട്ട് ആയിട്ട് ആ ഫയലിനെ വിളിച്ചാൽ എന്താ വരിക, സമ്മാണ് വരിക. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ എന്ത് പേര് കൊടുത്താൽ അതിലേക്ക് എന്തായിരിക്കും വരിക, സം. കാര്യം നമ്മൾ അവിടുന്ന് ഡീഫോൾട്ട് ആയിട്ട്, അത് ആ ഫയൽ വിളിച്ചാൽ വരാൻ പോകുന്ന സമ്മായിരിക്കും. അതിനാണ് എക്സ്പോർട്ട് ഡീഫോൾട്ട് പറഞ്ഞേക്കുന്നത്. ഞാനിവിടെ ആപ്പിൾ എന്ന് കൊടുത്തു, എന്നിട്ട് ഫ്രം കോഴ്സിൽ പാത്ത് എന്താ, ഡോട്ട് സ്ലാഷ്. ഇപ്പൊ ഇവിടെ .js കൊടുക്കാം. ഓക്കെ ആണല്ലോ, ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആപ്പിളിനെ യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, console.log apple of 10,40 റൺ ചെയ്യാം. നോഡ് index.js 50 കിട്ടി. കണ്ടോ, കാര്യം എന്താ, നമ്മൾ ഇവിടുന്ന് ഡീഫോൾട്ട് ആയിട്ട് എക്സ്പോർട്ട് ചെയ്തത് എന്താണ്, സമ്മയാണ്. അപ്പൊ ഇവിടെ ആപ്പിളിൽ വരാമോ സമ്മായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നു, ഇത് കിട്ടി.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പൊ അതിനുള്ളതാണ് നെയിംഡ് എക്സ്പോർട്ട്. ഓക്കെ ആണല്ലോ. നെയിംഡ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിഫൈൻ ചെയ്യുമല്ലോ, അവിടെ വന്നിട്ട് അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ എക്സ്പോർട്ട് ഇട്ട് കൊടുക്കാം. വേണ്ട, ഡിഫോൾട്ട് ഇല്ല, വേണ്ട വേണ്ട, ഇവിടെ ഇട്ടാൽ മതി. എക്സ്പോർട്ട് കോൺസ്റ്റ് സം, എക്സ്പോർട്ട് കോൺസ്റ്റ് സബ്, ഇനി അടുത്തുണ്ടെങ്കിൽ എക്സ്പോർട്ട് കോൺസ്റ്റ്, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന് പറഞ്ഞ ഒരു നെയിംഡ് എക്സ്പോർട്ട് എന്നാ. ഈ ഫയലിന് 2 എക്സ്പോർട്ട് ഉണ്ട്. ഈ ഫയലിന് ഡിഫോൾട്ട് എക്സ്പോർട്ടും ഇല്ല. ഓക്കെ ആണല്ലോ. 2 എക്സ്പോർട്ട് ഉണ്ട്, 2 നെയിംഡ് എക്സ്പോർട്ട് ആണ്. അത് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വരിക, കറക്റ്റ് പേരിന് കൊടുക്കണം. മാത്രമല്ല ഇമ്പോർട്ട് കഴിഞ്ഞിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ഈ ഇതിട്ടാലേ വരുള്ളൂ. ഡിഫോൾട്ട് എക്സ്പോർട്ട് മാത്രം ഒരു ചുമ്മാ ഒരു പേര് കൊടുത്താൽ മതി. നെയിംഡ് എക്സ്പോർട്ട് ആണെങ്കിൽ കേളി ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ഏത് പേരിലാണോ എക്സ്പോർട്ട് ചെയ്തത് അതേ പേരിന് കൊടുക്കണം. ചുമ്മാ എന്തും കൊടുക്കാൻ പറ്റില്ല. സമ്മ് കൊടുത്താൽ അതിലേക്ക് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത സമ്മ് വരും. ഓക്കെ, കോമ, പിന്നെ അതായത് സബ് വരും. ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ സമ്മ് കൊടുത്താൽ ഇനി സബ് എന്ന് കൊടുത്താൽ ഈ സബ് വരും. കണ്ടോ? അപ്പം മൾട്ടിപ്പിൾ ഐറ്റംസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നെയിംഡ് എക്സ്പോർട്ട് ആയിരിക്കും യൂസ് ചെയ്യുക. ഒരു സിംഗിൾ ഐറ്റം ആണെങ്കിൽ ഡിഫോൾട്ട് എക്സ്പോർട്ട്. ഇനി നമുക്ക് ഒന്നിച്ച് രണ്ടും ചെയ്യാം. ഡിഫോൾട്ട് എക്സ്പോർട്ടും ചെയ്യാം, അതുപോലെ നെയിംഡ് എക്സ്പോർട്ടും ചെയ്യാം. മൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ മളിനെ ഞാൻ ഡിഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ആണല്ലോ. അപ്പം ഈ ഫയലിൽ നിന്ന് 2 ഫംഗ്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, നെയിംഡ് എക്സ്പോർട്ട് ചെയ്യുന്നു, ഒരു ഫംഗ്ഷനെ ഡിഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അത് ഈ ഫയൽ വെറുതെ വിളിച്ചാൽ അവിടേക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും, മള്ളായിരിക്കും. ഇനി നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് കറക്റ്റ് പേര് കൊടുത്താൽ എന്ത് വരും, സമ്മും വരും. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ചുമ്മാ ഇമ്പോർട്ട് ഓറഞ്ച് ഫ്രം മാപ്പ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ഓറഞ്ച് എന്തായാലും കിട്ടുക, അപ്പൊ എത്ര കിട്ടും, 400. കാര്യം എന്താ, ഡിഫോൾട്ട് ആയിട്ട് ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്, മളിനെയാണ്. അതിന് നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെയിംഡ് എക്സ്പോർട്ട് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സബും സമ്മും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കാം, എന്നിട്ട് കേളി ബ്രാക്കറ്റ് കൊടുക്കാം, എന്നിട്ട് കൃത്യം അതേ പേരിൽ തന്നെ സമ്മ് കോമ. കണ്ടോ, മനസ്സിലായത്? അപ്പം ഇതാണ് ഇത് പുതിയ മെത്തേഡ്, ES മെത്തേഡ്, ES മോഡൽ സിസ്റ്റം എന്ന് പറയും. ഇവിടെ ഇമ്പോർട്ട് എക്സ്പോർട്ടും ആണ് യൂസ് ചെയ്യുക. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു ഫയലിന് 2 ടൈപ്പ് എക്സ്പോർട്ട് പറ്റും, ഡിഫോൾട്ട് എക്സ്പോർട്ട്, നെയിംഡ് എക്സ്പോർട്ട്. നെയിംഡ് എക്സ്പോർട്ട് നമ്മൾ ഡയറക്റ്റ് അവിടെ ചെയ്യുന്നു. ഡിഫോൾട്ട് എക്സ്പോർട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എക്സ്പോർട്ട് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിടുക. അപ്പം ഡിഫോൾട്ട് എക്സ്പോർട്ട് മീൻസ് ആ ഫയലിൽ നിന്ന് ചുമ്മാ വിളിച്ചാൽ എന്താണോ വരുന്നത് അതാണ് ഡിഫോൾട്ട് എക്സ്പോർട്ട് കൊടുക്കേണ്ടത്. നെയിംഡ് എക്സ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം. അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കേളി ബ്രാക്കറ്റ് ഇട്ടാത്ത പേരിൽ ഇമ്പോർട്ട് ചെയ്യണം. മറ്റേ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ഇമ്പോർട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ, ട്രൈ നോക്കിയേ. ഇത് ട്രൈ ചെയ്തിട്ട് ലോഡാഷ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഡാഷ് ഒന്ന് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നോക്കിയേ. അത് വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺഫിഗറേഷൻ മാറ്റാൻ പറ്റുള്ളൂ. കണക്ട് ആവുന്നില്ല, ആ കോൺഫിഗറേഷൻ അല്ലേ മറ്റേ എക്സ്പോർട്ട് നമ്മളിപ്പോ ഉപയോഗിച്ചിരുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലേ, അത് യൂസ് ചെയ്യണമെങ്കിൽ നീ ആ ഇത് മാറ്റണം. കേസിന് പോയിട്ട് ടൈപ്പ് മൊഡ്യൂൾ ആക്കണം. ഇങ്ങനെ നിങ്ങൾ ആദ്യം npm init അടിക്കുക, ഫോൾഡർ ക്രിയേറ്റ് ചെയ്തല്ലാരും ക്രിയേറ്റ് ചെയ്യും, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇനി npm init ഓർഡറിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാം. npm സ്പേസ് init ഇനിഷ്യലൈസ് എന്നാണ്. ഇനിറ്റ് കുഴപ്പമില്ല, നീ ആ പാക്കേജ് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ നിനക്ക് ആ പാക്കറ്റ് ജേസൺ തുറന്നു നോക്കുമ്പോൾ ഡിപെൻഡൻസ് മാത്രമേ കാണുള്ളൂ. ബാക്കി സാധനങ്ങൾ പറഞ്ഞെങ്കിൽ ഒന്നുകൂടെ npm init അടിച്ചാൽ മതി. npm സ്പേസ് init init ഒന്നിച്ചാണേ, npm സ്പേസ് പിന്നെ init ഒന്നിച്ചാ അടിച്ചോ. ഇനി എൻ്റർ അടിക്കേ, അപ്പം ഒരു ക്വസ്റ്റ്യൻ വരും, പാക്കേജ് നെയിം എല്ലാം എൻ്റർ അടിച്ചു കിട്ടോ. അടുത്ത വരും, എല്ലാം എൻ്റർ അടിച്ചു കിട്ടോ.
അത് നമ്മൾ ഗിറ്റ്ഹബ് ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. കോഡ് ചെയ്തിട്ട് നമ്മൾ കോഡ് ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് വശങ്ങളുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്നത് പഠിച്ചോ? നമുക്കത് പ്രോജക്റ്റ് അതിന് എടുക്കുമായിരിക്കും. നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. അത് ലാസ്റ്റ് സേവ് ചെയ്യണുണ്ട്. ടൈപ്പ് മൊഡ്യൂൾ കൊടുക്കുമ്പോഴാണ് പുതിയ മെത്തേഡ് നമുക്ക് ആക്സസ് ചെയ്യുന്നത്. പുതിയ മെത്തേഡോ? ബെനിഫിറ്റ് ഒന്നുമില്ല, കുറച്ചുകൂടെ നല്ലൊരു സിന്റാക്സ് അത്രേ ഉള്ളൂ. ഇല്ല അങ്ങനെയുള്ള പുതിയ മെത്തേഡ് ഉപയോഗിക്കാം. ബാക്കെൻഡ് പഴയതാണ്. നമ്മൾ ബാക്കെൻഡ് പഠിച്ചില്ലല്ലോ. ഇത് നമ്മൾ വെറുതെ ചുമ്മാ കണ്ടി നോക്കുമല്ലേ. ബാക്കെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഴയത് ഉപയോഗിക്കുള്ളൂ. ഇതിപ്പോ നമ്മൾ രണ്ടും പഠിക്കുക, മനസ്സിലായോ? ഇനി ഫ്രണ്ട് എൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതായിരിക്കും ചെയ്യുന്നത്. ഈ ഇമ്പോർട്ടും ഈ എക്സ്പോർട്ടും ഒക്കെ ആയിരിക്കും. ഇത് ചെയ്തോ? മാത്രല്ല ഇവിടെ ചുമ്മാ ഇവിടെ ഇമ്പോർട്ട് നോക്കാൻ പറഞ്ഞു. ഇമ്പോർട്ട് ലാഷ് ഇവിടെ
റിക്കവറല്ല പുതിയ മെത്തേഡല്ലേ ഇഷ്ടമുള്ള പേര് എടുക്കാം. ഡാഷ് ഇടാം. അപ്പൊ ഇമ്പോർട്ട് ആയില്ലേ? ഇനി അത് യൂസ് ചെയ്യാലോ. ഡാഷ് ഡോട്ട് ഏതെങ്കിലും ഫംഗ്ഷൻ ഉപയോഗിക്കാലോ.
ചെയ്തോ? നമ്മൾ ഏത് സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ഇൻഡെക്സ് അല്ലേ? ഇൻഡെക്സ് ടാസ്ക് തരാൻ വേണ്ടിയാ. ലോട്ട് വേണ്ട, പകരം ഇത് മതി, പേര് മാത്രം മതി. ഇമ്പോർട്ട് ലോഡാഷ് ഫ്രം ലോഡാഷ് പേര് മാത്രം മതി. പിന്നെ അടുത്ത വെച്ചാൽ ബ്രാക്കറ്റ് വേണ്ട, കാരണം ലോഡാഷ് അവര് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് ഡിഫോൾട്ട് ആയിട്ടാണ്. അപ്പൊ നീ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കണ്ട. പിന്നെ നീ ഇപ്പുറത്ത് ഈ ഫയലിൽ നീ റിയാക്ടിലേക്ക് കയറുന്ന ഒരു ടാസ്ക് കൂടെ തരാം. സിമ്പിൾ ടാസ്ക്. കഴിയുമ്പോൾ റിയാക്ട് നാളെ തൊട്ട് റിയാക്ട് സ്റ്റാർട്ട് നോക്ക്. അപ്പം ഇത് വെച്ചിട്ടുള്ളതല്ല, ഇത് നിങ്ങൾക്ക് ഇത്ര മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇത്ര അറിയാമെങ്കിൽ നമുക്ക് റിയാക്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് നോക്കി, ഇതോടെ നോക്കിയിട്ട് ചെയ്യും. ടാസ്ക് ഇത്രേ ഉള്ളൂ. HTML, CSS, JavaScript മാത്രം ഉപയോഗിച്ച് ടാസ്ക് ആണ്. HTML, CSS, JavaScript. ഓക്കെ, ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. ഒരു കാൽക്കുലേറ്റർ, ഓക്കെ, ചെറിയ കാൽക്കുലേറ്റർ. നിങ്ങൾക്ക് ആ ഒരു ഗെറ്റ് എലമെന്റ് ഒക്കെ സെറ്റ് ആവാൻ വേണ്ടിയാ. ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ, അതായത് നമ്മുടെ HTML ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്പേഴ്സ്. നമ്പേഴ്സ് ഇവിടെ പ്ലസ്, ആദ്യം പ്ലസ് മാത്രം ചെയ്യും, പ്ലസ്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് 3 ക്ലിക്ക് ചെയ്തു, 4 ക്ലിക്ക് ചെയ്തു.
ഓക്കെ, ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാന്നുള്ളൂ. ചെയ്യാം. 3 ക്ലിക്ക് ചെയ്ത് 4 ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? 34 ആയി. പ്ലസ് കൊടുത്തിട്ട് 1 ക്ലിക്ക് ചെയ്ത് 2 ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തായി? 12 ആയി. എന്നിട്ട് ഈക്വൽ ടു അടിക്കുമ്പോൾ എന്ത് ഇടണം? ഇവിടെ സംഭവം കാണാം. HTML, CSS, JavaScript 3 ഉപയോഗിക്കണം. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രിങ്ങിനെ നമ്പർ, ഇത് നോക്കിയത് പഴയതാണോ? ഓക്കെ, സ്ട്രിങ്ങിനെ നമ്പർ ആക്കാൻ വേണ്ടിയുള്ള സാധനമാണ് പാർസിന്റ്. ഓക്കെ ആണല്ലോ. അത് നമ്മൾക്ക് ഇത് എന്താ, നം എന്ന് പറഞ്ഞ വേരിയബിൾ ഉള്ളത് ഒരു സ്ട്രിങ് 5 ആണ്. ഓക്കെ ആണല്ലോ, സ്ട്രിങ് 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമ്പർ ആക്കണം. അതായത് ഈ നം എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണല്ലോ അല്ലേ? നമുക്ക് അതിനെ നമ്പർ ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പാർസിന്റ് ഓഫ് നം എന്ന് കൊടുത്താൽ മതി. അതായത് റിയൽ നം ഈക്വൽ ടു ഇൻപുട്ട് അങ്ങനെ വെച്ചാൽ ബട്ടൺ വെച്ചിട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് 5 ക്ലിക്ക് ചെയ്താൽ ആ ഫംഗ്ഷൻ 5ന്റെ ഒരു എല്ലാ ഓരോ ഫംഗ്ഷൻ അല്ലേ? ഓരോ ബട്ടൺ ഓരോ ഫംഗ്ഷൻ ആക്കണം. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 വേണം. ഞാൻ റെഫർ ആയിട്ട് പറഞ്ഞുതരാം. നോക്കാം. അതായത് പാർസിന്റ് ഓഫ് നം എന്ന് കൊടുത്താൽ ഇനി റിയൽ നമ്പർ എന്തായിരിക്കും ഉണ്ടാവുക? എന്തായിരിക്കും ഉണ്ടാവുക? ശരിക്കുള്ള 5 എന്ന് പറയുന്ന നമ്പർ, ഇവിടെ ഉള്ളത് 5 എന്ന് പറയുന്ന സ്ട്രിങ് ആണ് നമ്പർ ആയിട്ട് മാറ്റും. ഒരു സിമ്പിൾ ഐഡിയ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു എന്താ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ എഴുതുക. ഓക്കെ, ഇഫ് കണ്ടീഷൻ വേണ്ടി വരും. ഓക്കെ, ഇപ്പം ഫസ്റ്റ് നം ഈക്വൽ ടു ആദ്യമേ നമുക്ക് ഒരു എംപ്റ്റി സ്ട്രിങ്. ഓക്കെ, സെക്കൻഡ് നം അടുത്ത എംപ്റ്റി സ്ട്രിങ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കുറെ ബട്ടൺസ് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ അത് 3 പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ കോൾ ആയിട്ട് ഈ ഫസ്റ്റ് നമ്പറിലേക്ക് 3 കയറണം. 5 ക്ലിക്ക് ചെയ്താൽ 5 കയറണം. ഓക്കെ ആണല്ലോ. എന്നിട്ട് പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് കയറാവുള്ളൂ, ഇതിലേക്ക് കയറാവുള്ളൂ. എന്നിട്ട് ഞാൻ ഈക്വൽ കൊടുക്കുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്പർ ആക്കണം. മനസ്സിലായി പറഞ്ഞേ? ആഡ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഈ 3, 5 ഒക്കെ എങ്ങനെ വരുന്നേ? ആ ബട്ടൺ ഇപ്പം 5 എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും, അതിൽ ലോങ് ക്ലിക്ക് ഉണ്ടാവും. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഫംഗ്ഷൻ എഴുതും. അതിന്റെ ഓൺ പ്രസ് 5 ഇതുണ്ടാവും. ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പറിലേക്ക് ഫസ്റ്റ് നം ഈക്വൽ ടു ഫസ്റ്റ് നം പ്ലസ് 5 എടുത്ത പോരെ. അപ്പൊ എന്ത് ചെയ്യും? ഇത് പ്രസ് ചെയ്താൽ ഇത് വർക്കാവും. ഫസ്റ്റ് നമ്പറിലേക്ക് എന്ത് കയറും? ഫസ്റ്റ് നമ്പർ എന്താണുള്ളത് അതെ +5. മനസ്സിലായി? അങ്ങനെ എല്ലാ വീഡിയോ നോക്കണം. ഫസ്റ്റ് നെയിം എന്നല്ല, ഇവിടെ ഏത് പറഞ്ഞു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തില്ല എന്നുള്ള ഫോർവേഡ് ഇഫ് കണ്ടീഷൻ വേണ്ടി വരും. കുറച്ച് ലോജിക് ഉണ്ട്, കുറച്ചേറെ ലോജിക് ഉണ്ട്. അതാണ് പ്ലസ് മാത്രം പറഞ്ഞേ. എന്തോ കഴിഞ്ഞ ബാച്ചിൽ ഒരാഴ്ച എടുത്ത് ചെയ്താ ഇത് ഇതോട് ചെയ്യണോ കയ്യിലേക്കോ? കാര്യം നമ്മൾ റിയാക്ടിൽ ഫുൾ ഇങ്ങനത്തെ ലോജിക്കാം. മനസ്സിലായോ? വേറെ ഫോൺ ഉണ്ടാക്കി ചെയ്യും. HTML, CSS. എന്തോ ലാഷാണോ? നാളെ നിങ്ങൾ 10 മണിയാ പറഞ്ഞേ, 11 മണിയാ പറഞ്ഞേ. എക്സ്പെർട്ട് ടോക്ക് ഇല്ലേ നിങ്ങക്ക്? ഗ്രൂപ്പ് എല്ലാം വന്നായിരുന്നു എക്സ്പെർട്ട് ടോക്ക്. എന്തോ കമ്പൽസറി 18 ആയിരിക്കും. അതേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം.
ഏതാ മാന്തേജസ്? ഏതാളാ? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആലോചിക്കുക. ഇവിടെ സ്ട്രിങ് ആക്കേണ്ട ആവശ്യമുണ്ട്, സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് പാടാണ്. ആ രീതിയിലാണ്. വൺസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളിത് മറക്കത്തില്ല. അത് കുഴപ്പമില്ല. അത് മൊബൈലായിട്ട് വേണമെങ്കിൽ ഫോട്ടോ വെച്ചേക്കുന്നത് വല്ല സ്വിച്ചും ഇവിടെ മാത്രം ഫോട്ടോ വെച്ചാൽ മൊബൈൽസ് ബ്രെയിൻ മൊബൈൽ
രണ്ട് നമ്പർ കൊടുത്താൽ എനിക്ക് 30 നമ്പർ കൊടുത്തത് എവിടെ
അത് കിട്ടിയാലേ നമുക്ക് അവരോട് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ ചോദിക്കാം അതിന്റെ ഉള്ളിൽ എലമെന്റ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ പഠിപ്പിച്ച സ്ഥലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ല, നമ്മുടെ കാൽക്കുലേഷൻ പ്ലസ് മൈനസ് നമ്മുടെ തിരിച്ചേനെ കൂടിയതുകൊണ്ടാണ്. എവിടെ
ES-നകത്ത് പുതിയ ഫോൾഡർ ES-നകത്ത് പുതിയ ഫോൾഡർ ടാസ്ക് അല്ല മണിപ്പാടി മട്ടന്റെ സൈസ് കൂട്ടാൻ ഫോൺ സൈസ്
നമ്പർ ആണെങ്കിൽ വരുത്താം. കാരണം ഓൾറെഡി നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ചെയ്യാൻ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാണ്ടല്ലോ നമ്പർ. അത് പ്രിന്റ് ചെയ്യാൻ നമുക്ക് സിഒ കൊടുക്കുന്നത് പോരെ. ആ വേരിയബിൾ ഗ്ലോബൽ ഡിക്ലെയർ ആ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ഗ്ലോബൽ കഴിഞ്ഞാൽ പറയുന്നു. ഗ്ലോബൽ പുറത്ത് മീൻസ് ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്യണ്ട, അത് രണ്ടും പുറത്ത് ഡിക്ലെയർ ചെയ്യാം. അത് പ്രിന്റ് ചെയ്യണ്ടേ? പ്രിന്റ് ചെയ്യണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ പ്രിന്റ് ചെയ്യേണ്ടത്. ജാവാസ്ക്രിപ്റ്റിന് ടെക്സ്റ്റ് പുറത്തേക്ക് വരണ്ടേ? അത് പ്രിന്റ് ചെയ്യാൻ മനസ്സിലായോ? അല്ല ഞാൻ അവിടെ എത്തിയിട്ടില്ല. അല്ല നീ പറയണേ ഗ്രോഹിക്കറിയാം. തെച്ചുണ്ടാക്കി കിട്ടുന്ന വെച്ചു അതിനൊരു പ്രിന്റ് ചെയ്യാൻ എന്തെങ്കിലും ഭയണ്ടേ? തെച്ചുണ്ടാക്കി നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കണ്ടേ? അത് ടെക്സ്റ്റ് ആണ്. അല്ല ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സാധനം ടെക്സ്റ്റിലേക്ക് കൊടുക്കും. ഒന്നേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഉണ്ടാക്കി ആ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഫംഗ്ഷൻ കോഡ് ചെയ്ത് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വന്നതുപോലെ വാല്യൂ കിട്ടിയാൽ വന്നതുപോലെ ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യണം.
അപ്പോ നമുക്ക് സെപ്പറേറ്റ് വേണ്ടല്ലോ, പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്ത് യൂസ് ചെയ്തിട്ടാണ് എന്ത് വിദ്യാർത്ഥികൾ എല്ലാരും നോക്കാൻ നല്ല സന്തോഷമുണ്ട്. നമ്മള് കാൽക്കുലേറ്റർ വർഷത്തിൽ കൂട്ടാൻ നോക്കാം. വയസ്സും
നമ്മളവിടെ സൈലന്റ് പഠിക്കേട്ടാ ഇനിയാണ് പണി സ്ക്രിപ്റ്റിന് ഇരിക്കാറുള്ളത് ഈ സാധനങ്ങൾ എന്താ പറയുക അതിന്റെ പറഞ്ഞായി ഈ ബട്ടൺ കളർ ഉണ്ടല്ലോ പച്ച മഞ്ഞ നേരെ പോയി നീ എന്തിട്ടാണ് കൊടുത്തത് എന്തൊക്കെ പറ്റി പക്ഷെ അങ്ങനെയല്ല പട്ടണി പട്ടണി ഇന്ത്യൻ ബ്ലോക്ക് അപ്പോ ഇതേ അപ്പോ ഇങ്ങനെ തന്നെ വരേണ്ടത് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നില്ല എനിക്ക് സ്കെയിലിൽ കൗണ്ട് ചെയ്ത് സ്കെയിൽ
ഞങ്ങളിവിടെ ഇൻപുട്ട് ഒന്ന് ഇൻപുട്ടിലേക്ക് ആക്കാൻ പറ്റുന്നത് മറ്റേ ഡിസ്പ്ലേക്ക് ഒന്ന് പ്രിന്റ് ചെയ്യണ്ടേ? അല്ല നിങ്ങൾ ഇതിന്റെ വേണ്ടി പൊട്ടന്മാരാണ് നിറ്റ മറ്റവന്റെ നോക്കിയിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് അത് വേറൊരു എല്ലാരും ഇവിടെ നിൽക്കണല്ലേ? സന്തോഷായി. സിമ്പിളാണ് പക്ഷെ ടഫാണ്. പവർഫുൾ. അതായത് സ്ക്രീനിൽ മറ്റേ ഇത് കാണിക്കാം. അതായത് ഇപ്പൊ 9 കാണിക്കാം. 9 ഒന്ന് നെക്കി ആ ഒന്ന് കാണിക്കുക ആദ്യം. ഏതായാലും സെയിം തന്നെ. ഒന്നിനെ കാണിക്കേണ്ടി വരും. കാണിക്കാം. കാണിക്കാൻ ശല്യം കഴിഞ്ഞു. ഇല്ല അത് കാണിച്ചില്ല. അതാണ് ഓൺ ക്ലിക്ക് 2 റിട്ടേൺ വേണ്ടി വരും. ഓൺലിക്ക് ഒരു റിട്ടേൺ വേണ്ടി അടിപൊളി. എന്തായാലും ഒരു മാസം സെറ്റ് ആക്കാം.
ഈ ഐഡിയും എവിടാ കളിക്കുന്നത് കുറച്ച് അതൊക്കെ ഇപ്പൊ ശരിയാ നോക്കാം അത് ഏകദേശം തീരാതായിട്ട് ഇവര് ചെയ്യാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു അതിന്റെ 3D എഫക്ട് ആദ്യം ആ വെബ്സൈറ്റ് ഉണ്ടാക്കി അതാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇതില്ല സ്റ്റൈലിൽ
ഫംഗ്ഷൻ കൊടുത്തില്ലേ? ചരിത്രം മതി ഫംഗ്ഷൻ കൊടുത്തു. പാസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് ഞാൻ വേറെ പറയാത്തോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. പാസ് ചെയ്യാം. നമ്പർ നമ്പർ ഫംഗ്ഷൻ ആണോ? നമ്പർ ശരി ഇൻബിൽട്ട് ആയിട്ട് ഒരു വാക്കണം. അതിന് വേറൊരു പേര് ഇവിടെ ഗേറ്റ് നമ്പർ എന്ന് പറയാൻ പറ്റും. നമ്മൾ ചെയ്തല്ലേ അവിടെ ഫംഗ്ഷൻ ചെയ്ത് ഓരോ ബട്ടൺ ഓരോ ഫംഗ്ഷൻ ആക്കാം. ഫംഗ്ഷൻ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓരോ കളികളും ഏത് സെറ്റാണെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ അങ്ങോട്ട് പല കയറാൻ പറ്റില്ല. ചില സമയത്ത് അതിനകത്ത് ഡേറ്റ സെക്യൂരിറ്റി അത് നമ്മളായിട്ട് അതെന്താ പക്ഷെ ഇത് മറ്റേത് ചെയ്തത് കുഴപ്പമില്ല.
വേറെ ബ്ലൗസ് നോക്കി വേറെ ബ്ലൗസ് നോക്കി വെച്ചോ വീട്ടിൽ നമ്മൾ പഠിപ്പിക്കും ടോപ്പിക്കായിട്ടുള്ളതല്ല നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അവസാനം പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്ട് ശരിയല്ലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ പ്രൊജക്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നീ ഇപ്പൊ ചെയ്തൊന്നും ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഇതിപ്പോ HTML CSS മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ പ്രൊജക്ട് നമുക്ക് ഓണാക്കി ചെയ്തില്ലേ അത് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ വേറെ പ്ലാറ്റ്ഫോം വാങ്ങിച്ച് പോസ്റ്റ് ചെയ്യാം. ഇതിപ്പോ ഡേഞ്ചറസ് പോലെ ഇല്ല അത് ഉണ്ട്. എടാ സംബന്ധിച്ച എനിക്ക് തോന്നുന്നു അവരുടെ സൈറ്റിനകത്ത് ആ സെക്കൻഡ് സെക്യൂരിറ്റി ഉണ്ട്. അവരുടെ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്തെങ്കിലും നീ ആദ്യത്തെ ബോർഡ് നീ ചെയ്താണോ ഒരാഴ്ച വണ്ടി മുമ്പിൽ തിരക്കുമായിരുന്നു. Google searching for area. Very good.
പ്രോജക്റ്റിലേക്ക് നീ ഇവിടെ
ഒന്നുകൂടെ അടുത്ത സിനിമ ചെയ്തിട്ട് വരണം കേട്ടോ. രണ്ടു മണിയായി.